Hello guys, welcome to my channel Alfie's Corner. പാനസോണിക്കിൻ്റെ 20 ലിറ്റർ ഓവൻ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ വർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഓവൻ വാങ്ങിച്ചപ്പോഴത്തേക്കും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി, അപ്പോഴത്തേക്കും ഒരു വീഡിയോ പോലും ഇല്ല. അപ്പം ഞാൻ ഓർത്തു ഇതിൻ്റെ ഒരു ഫീച്ചറൊക്കെ പഠിച്ചിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം. ജസ്റ്റ് അത് എങ്ങനെയാണ് ഓണാക്കുന്നത്, അതിൻ്റെ ഓവനിലുള്ള മെനു ലിസ്റ്റും അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ബ്രീഫായിട്ട്, ഞാനും ഇത് യൂസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഞാനും അതിൻ്റെ ടൈമും കാര്യങ്ങളും, കേക്കിന് ഇത്ര മിനിറ്റ്, അതായത് ബേക്കിങ്ങിന് ഇത്ര മിനിറ്റ്, പ്രീ ഹീറ്റിൻ്റെയൊക്കെ ഓൾറെഡി ഇതിലുണ്ട്, കൺവെൻഷൻ മോഡിലൊക്കെ ഓൾറെഡി ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം മെഷീൻ ഓൺ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഫേസാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ എന്തോ ഓട്ടോ, ഹൈ, മീഡിയം, ലോ, പിന്നെ ഡീപ് ഫ്രൈ, ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനും കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്നത് മൈക്രോ പവർ, ഗ്രില്ല്, കൺവെൻഷൻ മോഡ്, പിന്നെ 10 മിനിറ്റ്, 20 മിനിറ്റ്, പിന്നെ 1 മിനിറ്റ്, 2 മിനിറ്റ്, അങ്ങനെ, പിന്നെ 10 സെക്കൻഡ്, 20 സെക്കൻഡ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ കോമ്പിനേഷൻ മോഡ്, പിന്നെ ഓട്ടോ ഡിഫോറസ്റ്റ് മോഡ്, ടൈം മെനൂസ് ആണ് വരുന്നത്. എക്സ്പ്രസ് മെനു, ഇന്ത്യൻ മെനു, റൈസ് മെനു, ഇത് ഓരോന്നിലും പല പല ഡിഷാണുള്ളത്. നമ്പേഴ്സ് ബേസിൽ അവർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് നമ്പർ നമ്മൾ അപ് ടു എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ 1 ആണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഇൻസൈഡാണ്, ഓവൻ്റെ ഇൻസൈഡാണ്, ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ഗ്രില്ലും, പിന്നെ ഈ പ്ലേറ്റ് മോഡലും, അതിൻ്റെ ഇടയിലൊരു ബേസും ഉണ്ട്. ഇതാണ് ഈ ഓവൻ്റെ കൂടെ വരുന്നത് ഈ പ്ലേറ്റ്. ഇത് കറക്റ്റ് പൊസിഷനിൽ നമ്മൾ വെക്കണം. ഇത് വെട്ട് വരുന്നതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വെക്കണം, അല്ല അത് റൊട്ടേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്രില്ലാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല. ഇപ്പം ഞാനൊരു വെള്ളം വെച്ച് ഞാൻ കാണിച്ചു തരാം. ആ വെള്ളം വെച്ചതിന് ശേഷം ഒരു 1 മിനിറ്റ് മതി അതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട്. ചായ ആണെങ്കിലും എന്താണെങ്കിലും. പിന്നെ ഇതിൻ്റെ അകത്ത് 1 മിനിറ്റ് മതി, അല്ലാണ്ട് പിന്നെ ഈ എക്സ്പ്രസിൻ്റെ അകത്ത് ചായ എന്ന് പറഞ്ഞ് 2 ആണ് അതിൻ്റെ നമ്പർ. 2 സെലക്ട് ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഓട്ടോ സെലക്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ മൈക്രോ പവർ മോഡിലിട്ടിട്ട് ഹൈ ഇട്ട് 1 മിനിറ്റ് മതി ചായയൊക്കെ തിളയ്ക്കാനായിട്ട്. 1 മിനിറ്റ് ഇട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. മൈക്രോ പവറിലാണെങ്കിൽ കണ്ടോ, 1 മിനിറ്റ് കൊണ്ട് നമുക്ക് വെള്ളമോ ചായ എന്താണെന്ന് വെച്ചാൽ അത് തിളച്ച് കിട്ടും. ഒരു കപ്പാണെങ്കിൽ തിളച്ച് കിട്ടും. അത് 1 മിനിറ്റ് മതി. കണ്ടോ, ആ വെള്ളം തിളച്ചു. പിന്നെ ഇത് ഓഫായിരിക്കുകയാണ്. ഇതിൻ്റെ കൺവെൻഷൻ മോഡ് ഹൈ, ഡബിൾ പ്രസ് ചെയ്ത മീഡിയം, പിന്നെയാണ് ലോ വരുന്നത്, പിന്നെ ഡീപ് ഫ്രൈ, അങ്ങനെ. പിന്നെ ഇത് വരുന്ന ഗ്രില്ല്, ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിൽ ഗ്രില്ല് 1, പിന്നെ ഗ്രില്ല് 2, അങ്ങനെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ താഴെയെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ബട്ടൺ ആണ്. ഇപ്പം നമ്മൾ കുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് മതി, ഇപ്പം 10 മിനിറ്റിലിട്ട്, അന്നേരം നമുക്ക് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ട് നമുക്കത് തുറന്നു നോക്കാം. അതിന് ശേഷം നമുക്ക് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റോപ്പ് ബട്ടൺ. പിന്നെ ഗ്രില്ല് 2-ലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഗ്രില്ല് നമുക്ക് വേണ്ട, ഇപ്പം ഇത്ര മിനിറ്റ് ഗ്രില്ല് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ടൈം വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അങ്ങനെയാണ് ഗ്രില്ലിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മൾ എക്സ്പ്രസ്, ഇന്ത്യൻ മെനു, റൈസ് മെനു, അങ്ങനെ സൂപ്പ്, സ്നാക്സ്, അങ്ങനെ ഇപ്പം ആ മെനു കണ്ടോ, അതിൽ ഓരോ എക്സ്പ്രസിൻ്റെ അകത്ത് ഇത്ര മെനു എന്ന് പറഞ്ഞ് അതിൽ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ മെനു ലിസ്റ്റിലും ഉണ്ട്. പിന്നെ അല്ലാണ്ട് അതിൽ തന്നെ ഉണ്ട് കണ്ടോ, എക്സ്പ്രസിൻ്റെ അകത്ത് ഇത്രയും ഡിഷ്. പിന്നെ ഇന്ത്യൻ മെനു, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇന്ത്യൻ മെനു കണ്ടോ, ഇന്ത്യൻ മെനു ഓരോ ഡിഷും കിടപ്പം, അതിന് ഓരോ നമ്പറും ഉണ്ട്. ഇപ്പം ഇന്ത്യൻ മെനുവിൻ്റെ അകത്താണെങ്കിൽ ഫിഷ് ഫ്രൈ 2, ഇപ്പം എത്രയാണോ നമ്പർ കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ ഫിഷ് ഫ്രൈ എത്രാമത്തെ നമ്പറാണോ എന്ന് സെലക്ട് ചെയ്യണം. അപ്പോഴത്തേക്കും ഇന്ത്യൻ മെനു സെലക്ട് ചെയ്യുക. പിന്നെ ഫിഷ് ഫ്രൈ 17 അല്ലേ കിടക്കുന്നത്, നമുക്ക് 17 അപ്പെന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ഇതിപ്പം ഇന്ത്യൻ മെനു സെലക്ട് ചെയ്തിട്ട് അപ്പെന്നും പറഞ്ഞ് താഴെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം ഇന്ത്യൻ മെനുവിൽ ആദ്യം കിടക്കുന്നത് ഏത് ഡിഷാണോ അത് കഴിഞ്ഞിട്ടുള്ള ഡിഷാണല്ലോ ഫിഷ് ഫ്രൈ. അപ്പോൾ നമ്മൾ അപ്പിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുമ്പോൾ ആ നമ്പർ വരും. പിന്നെ കണ്ടോ, സ്നാക്ക്, സൂപ്പ്, സൂപ്പ് സ്നാക്ക് എന്നും പറഞ്ഞ മെനു ഉണ്ടോ, അതാണത്.
പിന്നെ അങ്ങനെ 100 സംതിങ് മെനൂസ് ഉണ്ട് ടോട്ടൽ അതിൽ. അത് ഓരോന്നും ലിസ്റ്റ് ചെയ്തിട്ടേക്കോ, നമ്മൾ സെലക്ട് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു അത് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. മെനു ലിസ്റ്റ് സെലക്ട് ചെയ്ത് ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ അതൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ടൈം എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ മൈക്രോ പവറിനകത്തിട്ടാണ് 10 മിനിറ്റ് ആണ് 10 സെക്കൻഡ് ഇട്ടിട്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ മെനു കുറച്ചുകൂടി താമസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബേക്കിങ്ങിനാണ് കൺവെൻഷൻ മോഡ് 180 ഡിഗ്രിയിൽ കൺവെൻഷൻ മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലാണ് 200 ഡിഗ്രി വരെ കൺവെൻഷൻ മോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അല്ലാണ്ട് അതിൽ കൂടുതലാണെങ്കിൽ അപ്പ് എന്നുള്ള നമ്പറിൽ നമുക്ക് കൂട്ടാം. 200 ഡിഗ്രി വരെ ഉള്ളൂ. പിന്നെ 180 ഡിഗ്രി കഴിഞ്ഞാൽ അപ്പ് എന്നുള്ള ഇതിൽ നമുക്ക് 200 ഡിഗ്രി വരെ കൂട്ടാം കൺവെൻഷൻ മോഡിൽ. ഞാനിപ്പോൾ മൈക്രോ പവർ മോഡിൽ ഒരു 20 മിനിറ്റ് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ 20 മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ബേക്കായി എന്ന് തോന്നി ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെയായിട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, റീസ്റ്റാർട്ട് എന്നും പറഞ്ഞു. അതിൽ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യാതെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഡോറ് തുറക്കരുത്. ആ ഡോറിനും കംപ്ലൈൻ്റ് ആകും. ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക അത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് നമുക്ക് പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിൽ പ്രസ് ചെയ്യുക. അഥവാ നമുക്ക് ഇപ്പോൾ 20 മിനിറ്റ്സ് വെച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മളത് പിന്നെയും സ്റ്റോപ്പ് എന്ന ബട്ടണിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന 20 മിനിറ്റ് ആണല്ലോ, അപ്പോൾ 10 മിനിറ്റിൽ കുക്കായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ബട്ടണിൽ രണ്ടാമതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിന് ശേഷമേ മെഷീൻ ഓഫ് ആക്കാവുള്ളൂ. ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡോർ ഇച്ചിരി ടൈറ്റാണ്. ഡോർ തുറക്കുമ്പോഴത്തേക്കും മിഷനും കൂടി ഇങ്ങോട്ട് വരും. നമ്മുടെ സൈഡിലൊന്നും മിഷൻ വെക്കരുതും. അപ്പോഴത്തേക്കും കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് വെക്കണം. അതുപോലെ തന്നെ അത് ഇരിക്കുന്ന ഫ്ലോറിൻ്റെ സൈഡിൽ നിന്ന് ഡിസ്റ്റൻസ് ഇടണം. ഒരു 15 സെൻറ്റിമീറ്ററൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം മിഷൻ വെക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഇതിൻ്റെ തൊട്ടടുത്തൊന്നും കൊണ്ട് വെക്കരുതും. അത് ഡേഞ്ചറാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ആദ്യമായിട്ട് ബിഗിനേഴ്സിന് ഈ ഓവൻ യൂസ് ചെയ്യുന്നവർക്ക് ചിലർക്കൊന്നും അറിയത്തില്ല. എനിക്കറിയത്തില്ലായിരുന്നു. അത് സർവീസിന് വന്ന ആൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. സർവീസിന് വരുന്നവരോട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക, മനസ്സിലാക്കുക. അവർ പെട്ടെന്ന് പിടി കിട്ടത്തില്ല. നമ്മൾ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ ടെറ്റ്.